നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ഓണമായിട്ട് എല്ലാവരും ഒരുമിച്ച് കാണാം എന്ന് കരുതിയ ഈ ദിവസം തന്നെ ഇവിടേക്ക് വരാൻ ഞാനും സുമലതയും തീരുമാനിച്ചത്. ഇവിടെ വന്നപ്പോഴോ മാധവൻ നായരൊട്ടില്ലതാനും. അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓണാഘോഷവും ഓണസദ്യയൊക്കെ ഇന്ന അച്ഛനാ അതിന്റെ മേൽനോട്ടം. ഒഴിച്ചുകൂടാനാവാത്തോണ്ടാ നിങ്ങൾ പോകുന്നതിന് മുമ്പ് അച്ഛൻ എന്തായാലും എത്തും അല്ലേ മേ? അതെ. തിരക്കിനിടയില് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഹരിത മോള് വന്ന് പറഞ്ഞപ്പോഴാ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഇപ്പൊ പിന്നെ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും ആശ്വസിപ്പിക്കാനുമാണ് ഞങ്ങൾ വന്നത്. പലരും ആശ്വസിപ്പിക്കാൻ വന്നെങ്കിലും ശത്രുത മറന്ന് നിങ്ങൾ വന്നപ്പോ വലിയ ആശ്വാസായി. മനസ്സ് വല്ലാതെ തണുത്തു. നന്ദിയുണ്ട് സർ. അച്ഛാ, ഇതാ വന്ദനേച്ചി. മോളെ, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കല്യാണം നടക്കാതെ നീണ്ട കാത്തിരിപ്പ്, ഒടുവിൽ കല്യാണം ഒത്തുവന്നപ്പോ ഒരു ദുരന്തവും. ആപത്ത് വന്ന കൂട്ടത്തോടെ എന്നല്ലേ പറയുന്നത്? ഇപ്പൊ നടന്ന ആപത്തൊക്കെ ഒരു നല്ല കാലം വരുന്നതിന്റെ മുന്നോടിയായി കണ്ടാ മതി. എല്ലാം മാറും. നല്ലൊരു ബന്ധവും കിട്ടും മോക്ക്. അപകടം ആരോ കരുതിക്കൂട്ടി ചെയ്യിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപകടം നടന്ന ഉടനെ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ രാജീവും വിദ്യാമയും രക്ഷപ്പെട്ടേനെ. അല്ല, എന്റെ മോൾക്കൊരു ജീവിതം കിട്ടിയേനെ. ഒരു ദാക്ഷിണ്യം അവര് കാണിച്ചില്ല, ദുഷ്ടന്മാര്. അപകടപ്പെടുത്തിയവരാരായാലും അവരുടെ കുടുംബത്തിന് ഗുണം പിടിക്കില്ല, നശിച്ചു പോവുകയുള്ളൂ. ഇതേ ഒരു പെണ്ണിന്റെ താലിശാവാ. ആരെന്നറിഞ്ഞിട്ടാ നീ ഇങ്ങനെ ശപിക്കുന്നേ? നല്ലൊരു ഓണമായിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും പറഞ്ഞൂടെ? മുത്തശ്ശി ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ശപിക്കാൻ കണ്ട നേരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.